ഇവിടെ ഫാമിലി ഇവിടെ ആണോ? ഫാമിലി ഇല്ലില്ല, ഇന്നും ഉള്ള പേരിപ്പോ സാറാണോ സോമൻ സാറ്? അതെ. ഞാൻ മാത്യു. സാർ വിളിക്കുമ്പോൾ ദൂരം തോന്നുന്നു. എനിക്ക് ഇവിടെ പരിചയമില്ല. ഇവിടെ എല്ലാം കറങ്ങി, എനിക്കങ്ങനെ അറിയത്തൊന്നും. നമസ്കാരം. ഞാൻ കുറച്ച് നേരമായി. ഓക്കെ. വീട്ടിൽ വന്നോ? ചോദിച്ചിട്ട് ഞാൻ കുറച്ച് കാത്തിരുന്നു. ഞാൻ സാറിന്റെ ഓഫീസിൽ പോയിരുന്നു. ഓഫീസിൽ ഈ ഓഫീസിലായിരുന്നു? അല്ല, ഞാൻ അസംബ്ലി ഓഫീസിലാണ് പോയിരുന്നത്. അപ്പൊ അവിടെ ഞാൻ സാറേ, ബേസിക്കലി എനിക്ക് ഈ ഭാഗമൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഒത്തിരി അടുത്ത് ബ്ലോക്ക് ആയിപ്പോയി. എന്റെ പഴയ 1-2 ഫ്രണ്ട്സ് പറഞ്ഞു. എന്നിട്ട് താഴെ ഓഫീസ് അറിയുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് താഴെ ആളിനെ നിർത്തി. എന്നിട്ട് ഞാൻ മുകളിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ചീഫ് മിനിസ്റ്റർ അവിടെ വിളിച്ചു. ഞാൻ വന്നു. ഞാൻ ഇവിടെ എല്ലാം വന്നിരുന്നു. ഇവിടെ എല്ലാം. ഓക്കെ സാറേ, ഈ CM-നെതിരെ ഇങ്ങനെ ഒരു സംഭവം ചോർത്തി സാറിന് പങ്കു? എനിക്കതിനെ കുറിച്ച് ഞാൻ ചിന്തിക്ക് പോലുമില്ലല്ലോ. CM-ന്റെ മനസ്സും എന്റെ മനസ്സും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊന്നും ചോർന്നു പോയിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇത് കിട്ടുന്നത്, ഞാൻ ചോർത്താനായിട്ട് എന്നെ കുറിച്ച് പറയുന്ന കാര്യം, എന്റെ പേരിലുള്ള ഫോൺ വന്നു. അപ്പോഴേക്കും വാശി തീർക്കാൻ ഞാൻ കൊടുത്തു. അതാണല്ലോ കേസ്. അതാണ്. അതിനു മുമ്പ് തന്നെ ഇവിടെ ഒക്ടോബർ മാസം, ജൂൺ മാസം ഒരു 15-നും 20-നും മധ്യത്തിൽ ഡൽഹിയിൽ ചില ആളുകളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇത്. എനിക്കറിയില്ലായിരുന്നു. ഇവിടെ ഞാൻ തിരക്കപ്പോഴതൊക്കെ അറിയുന്നു. മനോരമയ്ക്ക് തന്നെ ജൂൺ മാസം ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനം, അത് ഇന്റലിജൻസ്, എന്റെ കയ്യിൽ ഒരു ഇതും നിൽക്കത്തില്ല, ഞാനത് മേടിക്കത്തില്ല. പക്ഷെ ഇന്റലിജൻസിലുണ്ട്. ഇന്റലിജൻസിലുള്ള സാധനം ഇതാണ്, ഈ കോൾ രജിസ്റ്ററാണ്. കോൾ രജിസ്റ്ററും CDR-ഉം രണ്ടും രണ്ടാണ്. കോൾ രജിസ്റ്ററിന്റെ അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള കോൾ രജിസ്റ്ററിനകത്ത് കൊണ്ടുവന്നിരിക്കുക. വന്നവിടെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള കോൾ രജിസ്റ്ററിനകത്ത് ഇതാണ് കോൾ രജിസ്റ്ററിലെ ഇങ്ങനെ വരും. ഇതാണ് ഞങ്ങൾ കൊടുത്താൽ ഇത് നോക്കിയാൽ മതി. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ നോക്കി, ഐഡിയ സെല്ലുലർ ടെലിഫോൺ, 3rd ഫ്ലോർ, അതിൻ്റെ അഡ്രസ്സ് വെച്ച് ഇതാണ്. ഇവിടെ സീരിയൽ നമ്പർ, പിന്നെ ഇത് സീരിയൽ നമ്പർ, ടെലിഫോൺ നമ്പർ A പാർട്ടി, 2 കോൾഡ് B പാർട്ടി, അവരുടെ കോൾ ഡേറ്റ്, കോൾ ടൈം, ഡ്യൂറേഷൻ, ഫസ്റ്റ്, പിന്നെ സെല്ലിൻ്റെ നമ്പർ, ലാസ്റ്റ് സെൽ, ഇതിൻ്റെ IDs ആണ്. ഇതാണ് IMEI എന്ന് പറയുന്ന നമ്പർ. ഇതാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കോൾ രജിസ്റ്റർ. അതേസമയം അവരുടെ കയ്യിലോട്ട് പോയിട്ടുള്ളത് വേറെ ഐറ്റം, അത് വേറെ രൂപത്തിലുള്ളതാണ്. അല്ല, സാറിനെതിരെ വേറെ അലിഗേഷൻ ഉണ്ടായിരുന്നു. സുകുമാരൻ നായർ പറഞ്ഞു സാറ് ഇങ്ങനെ കോൾസ്. പക്ഷെ രമേശ് എതിർത്തില്ലല്ലോ. ഏഷ്യാനെറ്റിൽ വന്ന സാധനം ഇതാണ്. അതിനകത്ത് ഈ ഒരു സിസ്റ്റം ഞങ്ങൾക്കില്ല, പോലീസിനില്ല. ഇത് BSNL-ന്നോ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉള്ള സ്ഥലമുണ്ട്, പക്ഷെ ഈ സോഫ്റ്റ്വെയർ ഞങ്ങളിലല്ല. ഹലോ, പറഞ്ഞു കുഞ്ഞ് എന്നെ പിന്നെ വിളിച്ചോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ചോളൂ. അപ്പം ഈ കോൾ രജിസ്റ്റർ ഇതാണ് ഏഷ്യാനെറ്റ് വന്നതും ഇതും. ഇത് രണ്ടും രണ്ടാണ്. ഇത് തമ്മിൽ ഇത് ബന്ധമുള്ള ആളുകൾക്ക് കൃത്യം അറിയാം ഇത് ഐറ്റം ആരുടെ കയ്യില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്. ഹലോ, ഹലോ, വായിക്കാം.
ഉം. 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 അത് വേണ്ട അന്നത്തെ നേതാക്കന്മാരുടെ എന്ന് പറയും വേണ്ടത് ഞാനില്ല